Hello everyone, I am Akhila and welcome back to my YouTube channel Love by Akhi. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കോമെന്റ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് ഒരു മീഷോ ഹോളാണ്. ഹോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ പിക്ക് ചെയ്തെടുത്ത വൈറൽ ആയിട്ടുള്ള കുറച്ച് കുർത്ത സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ട് കണ്ടിട്ടുള്ളതും വാങ്ങിച്ച് കണ്ടിട്ടുള്ളതും റിവ്യൂ ചെയ്ത് കണ്ടിട്ടുള്ളതും ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ വിചാരിക്കും എന്നാ പിന്നെ എന്തിനാ ഈ റിവ്യൂ എന്ന് ചോദിക്കും. പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് വരുന്ന റിവ്യൂ ഇസ് എ ഹോണസ്റ്റ് റിവ്യൂ. ഈ ഒരു റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് ആക്ച്വലി വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളതിന് ഒരു പക്കാ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇനി അഥവാ വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാം ഒരു 600-500 താഴെ വരുന്ന കുർത്ത സെറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ടോ ഈ സാധനങ്ങൾക്ക്. അതായത് ഒരു 500 താഴെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ മീഷോ എന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഡിഫറെന്റ് കേസ് ആണല്ലേ. ചിലപ്പം സക്സസ് ആവും, ചിലപ്പം ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ. ഞാൻ ഭയങ്കര കുറച്ച് പ്രൊഡക്ട്സ് മീഷോ എന്ന് വാങ്ങിക്കുന്ന ആളാണ്. അതും കുഞ്ഞു പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിക്കാറ്. ഇങ്ങനെ റിങ്സ്, ബ്രേസ്ലെറ്റ്സ്, കുറച്ച് ഇയറിങ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ കൂടുതലും മീഷോ എന്ന് പർച്ചേസ് ചെയ്യാറുള്ളത്. കുർത്ത സെറ്റ്സ് ഞാൻ വളരെ കുറവാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എല്ലാം കുർത്ത സെറ്റ്സ് ആണ്. ഇതിന്റെ പാർട്ട് 2 ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ വീഡിയോയുടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു 4 എണ്ണമാണ് കേട്ടോ. 4 കുർത്ത സെറ്റ്സ് ആണ്. 4 കുർത്ത സെറ്റ്സ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും പ്രൊഡക്ട്സിന്റെ. അപ്പൊ ഞാൻ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ പ്രൈസ് മാത്രം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അല്ലാതെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ ചെക്ക് ചെയ്യാൻ മറക്കരുത് വേണ്ട ആൾക്കാർ. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ കുർത്ത സെറ്റ് ആട്ടോ. ഇത് വരുന്നത് കുർത്ത പ്ലസ് പാന്റ് ആണ്. ഇത്രയും ആൾക്കാരാണ് ഈ കുർത്ത വാങ്ങിയിട്ടില്ല. അപ്പൊ എത്രമാത്രം വൈറൽ ആയിട്ടുണ്ടാവും ഈ കുർത്ത എന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കുർത്ത സെറ്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചല്ല കേട്ടോ. ഇത് ഞാൻ കുറെ മാസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. ഇട്ട് കുറെ തവണ വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് ഇത് കിട്ടും തന്നെ നമ്മൾക്ക് വിചാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു കുർത്ത സെറ്റ് ആട്ടോ. നമ്മൾക്ക് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അതിന്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഫോട്ടോയിൽ അതിന്റെ ഈ ഒരു ഭാഗം നല്ല ഒരു പ്ലീറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ സാധനം കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസിനൊക്കെ കുറച്ചൊരു കുറവുകൾ നമുക്ക് തോന്നും. പക്ഷെ സംഭവം അടിപൊളിയാണ്. കുഞ്ഞു ത്രെഡൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ കുറെ തവണ ആയല്ലോ ഇടുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കളേഴ്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ട അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കളേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് പോകുന്നുണ്ട്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല കേട്ടോ. നെക്ക് ഫുള്ളായിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇത് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ ത്രെഡ് വർക്ക് ആണ്. സെപ്പറേറ്റ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് വൈറ്റ് ത്രെഡ് വർക്ക്, ബ്ലാക്കില് സ്ലീവ്സിന്റെ അറ്റത്തും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ആൻഡ് 2 സ്ലിറ്റിന്റെ സൈഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. കണ്ടോ? ഇതിന് പോക്കറ്റ് വരുന്നില്ല. സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ പാന്റിനും പോക്കറ്റ് വരുന്നില്ല കേട്ടോ. സ്ട്രെയിറ്റ് കട്ട് പാന്റ് അല്ല, ഒരു പെൻസിൽ ടൈപ്പ് പാന്റാണ് ഇതിന് വരുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പാന്റാണ് ഇതിന് വരുന്നത്. ഇതിന്റെ പാന്റിന്റെ അറ്റത്തും ടോപ്പിലുള്ള ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. അത്യാവശ്യം ഇങ്ങനെ വലിയ വണ്ണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്മോൾ സൈസ് വാങ്ങിക്കാവുന്നതാണ്. ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ഒക്കെ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഇതിൽ കുറച്ചൊന്ന് ജസ്റ്റ് ട്രിം ചെയ്തിട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഒരു 10 തവണയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന, 10 തവണ ഞാൻ പറയുമ്പോൾ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇടാണെങ്കിൽ ഒരു 10 തവണയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്ത സെറ്റ് ആട്ടോ. വേണമെങ്കിൽ അതിൽ കൂടുതലും ഇടാം, കളർ പോകുന്നില്ലെങ്കിൽ. ഞാൻ വാഷ് ചെയ്തപ്പോൾ അങ്ങനെ കളറൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ബ്ലാക്ക് കളറിന് ഒരു നരച്ച പോലെ വരില്ലേ ബ്ലാക്ക് കളർ, അങ്ങനെ വരുന്നതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ കളർ അങ്ങനെ പോകുന്നില്ല വാഷ് ചെയ്യുമ്പോൾ. ആ ഒരു ചെറിയൊരു കേസേ ഉള്ളൂ. അല്ലാതെ പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണെങ്കിൽ സൂപ്പർബ് ആണ്. കോട്ടൺ ആണ് വരുന്നത്. കോട്ടൺ കുർത്തയാകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. സമ്മറിന് പറ്റിയ ഒരു കുർത്തയാണ്. സമ്മർ സീസണിൽ ഈ കോട്ടൺ കുർത്താസ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കുർത്ത ഇസ് എ സൂപ്പർ ചോയ്സ് എന്ന് ഞാൻ പറയും. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു ലാവെൻഡർ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നിട്ടുള്ള ചെറിയൊരു ഡിഫറെന്റ് ആണ്.
ഒരു പേർപ്പിളിഷ് ആയോ എന്നൊരു ഡൗട്ട്. വന്നപ്പം കുറച്ചൊരു കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരു കഫ് വരുന്ന ഒരു സ്ലീവ് ആണ് ഇതിനുള്ളത്. സെയിം പാറ്റേൺ ആണ് ത്രൂ ഔട്ട് വരുന്നത്. ഒരു എ ലൈൻ കുർത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ്. പിന്നെ ഇതിന് പോക്കറ്റ് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ ഇല്ല കേട്ടോ, രണ്ട് സൈഡിൽ ഇല്ല, ഒറ്റ സൈഡിലേ ഉള്ളൂ പോക്കറ്റ്. മുന്നേ കാണിച്ചതിന് പോക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു സൈഡിലെങ്കിലും പോക്കറ്റ് വരുന്നുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ള സൈസ് സ്മോൾ സൈസ് ആണ്. അപ്പൊ കുർത്ത സെറ്റ് ഇതാണ്. അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. ഇങ്ങനെ ഫ്ലോറൽ ഡീറ്റെയിൽസ് വരുന്നത് ആക്ച്വലി ഇത് എംബ്രോയിഡറി അല്ല, അത് പ്രിന്റ് തന്നെയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ല അത് എംബ്രോയിഡറി അല്ല എന്നുള്ള കാര്യം. നല്ല കളറാണ്, പക്ഷെ ഞാൻ വിചാരിച്ച കളറല്ല. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ച കളറല്ല ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ പാന്റ് വരുന്നത് ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ്. നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇതിന്റെ പാന്റ്. ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. സ്ട്രെയിറ്റ് കട്ട് പാന്റ് ആണ്. പലാസോ പോലെയല്ല, പലാസോനേക്കാൾ കുറച്ച് തിന്നാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാന്റ് തന്നെയാണ്. എലാസ്റ്റിക് ആണ് ഇതിന്റെ വേസ്റ്റ് വരുന്നത്. ഇപ്പൊ വരുന്ന മിക്ക കുർത്താസിന്റെ വേസ്റ്റ് എലാസ്റ്റിക് തന്നെയാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ്. ചൂട് ഫീൽ ചെയ്യാത്ത കുറച്ച് നമ്മൾ കൂളാക്കി വെക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കുർത്ത എന്ന് പറയുന്നത് അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കുന്നതിലുള്ള ഒരു ആൻസർ ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് കുർത്തയിലേക്ക് പോയി നോക്കാം അല്ലെ. ഇനി കാണിച്ചു തരാൻ പോകുന്ന ലാസ്റ്റ് രണ്ട് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു കളർ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്, എന്നാ പിന്നെ അതിന്റെ കളർ ചേഞ്ചും കൂടെ വാങ്ങിച്ചിട്ട് സെയിം കളർ ചേഞ്ച് ആണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് അതിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ രണ്ട് കളേഴ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു സേജ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത്. ഒരു കുർത്ത അടിപൊളി ക്വാളിറ്റിയാണ്. അടിപൊളി ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ഇൻ ദ സെൻസ് സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആണ്, മൊത്തത്തിലുള്ള ലുക്കും പെർഫെക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. സ്റ്റിച്ചിങ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സൈഡിൽ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്, പക്ഷേ രണ്ട് സൈഡിലും സ്ലിറ്റ് ഇല്ല. അത് ഇങ്ങനെ എലൈൻ ആയിട്ട് കിടക്കുന്ന കുർത്ത സെറ്റ് ആണ്. ഞാനിപ്പോ കാണിച്ചത് എല്ലാം കോളേർഡ് ആണെന്ന് തോന്നുന്നു അല്ലെ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നല്ല വിഡ്ത്തിലായിട്ട് വരുന്ന ഒരു പലാസോ ടൈപ്പ് പാന്റ് ആണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത് പ്രിന്റ് അല്ല, ഈ ലൈൻ ആയിട്ട് കാണുന്ന സാധനം പ്രിന്റ് അല്ല, അതൊരു ത്രെഡ് ആണ്. അതിന്റെ ഫാബ്രിക്കിൽ തന്നെ ഉള്ളതാണ്. ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ലുക്ക് നമ്മൾക്ക് ആ ഒരു ഇടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കാണാനായാലും നമ്മൾക്ക് അതിന് ആ ഒരു ലുക്ക് ഉണ്ട്. വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. വാഷ് ചെയ്തതിന് ശേഷം ത്രെഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്നത്, മൊത്തത്തിലൊന്നും വരുന്നില്ല. അപ്പൊ അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ലൈറ്റ് വെയിറ്റ് പറയുമ്പോൾ നമ്മളൊരു തിന്നല്ല ഞാൻ ഇത് പറയുന്നത്, ഒട്ടും തിന്നല്ല, നമ്മളെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഉള്ള ഫാബ്രിക് അല്ല. ഒരു കട്ടായാലും ലുക്ക് ആയാലും എല്ലാം ഒരു ഓഫീസ് വെയർ ടൈപ്പിൽ വരുന്ന കുർത്ത സെറ്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു കളറും പിന്നെ വേറെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന കളറുമാണ് ഞാൻ ഇതിൽ വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതിന്റെ ഞാൻ മുന്നേ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ കളർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് യെല്ലോ, അടിപൊളി ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. സൂപ്പർ അല്ലേ യെല്ലോ കളർ? ഇപ്പം ഈ ഹൽദി ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു കുർത്ത അല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളറ്. ക്വാളിറ്റി വൈസിലാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതിന്റെ തന്നെയാണ് എല്ലാം ഇതിനും വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ത്രെഡ് വർക്കിന്റെ സാധനം ഇങ്ങനെ പുറത്ത് തള്ളി വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് കാണിച്ചു തരുന്നത്. ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, കളേഴ്സ് ഒന്നും പോകുന്നില്ല. ഫാബ്രിക് ക്വാളിറ്റി ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ്, സമ്മറിന് പറ്റിയ ഫാബ്രിക് ആണ്. ഒട്ടും തന്നെ നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യില്ല ഇട്ട് കഴിയുമ്പോഴത്തേക്കും. സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്, സ്റ്റിച്ചിങ്ങും ആ ഒരു കട്ടും ഒക്കെ അടിപൊളിയാണ്. ഇതിന്റെ പാന്റ് ഞാൻ കാണിക്കണോ? കാരണം മുന്നേ കാണിച്ചതിന്റെ തന്നെ പാന്റ് ആണ്, ഇതിന് ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആണ്. കളർ ചേഞ്ച് ആണെങ്കിൽ ഒരു കളറിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഈവൻ ബട്ടൺസിന്റെ കളർ വരെ ബ്ലാക്ക് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇത് മീഷോന്ന് വാങ്ങിച്ചത് അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ക്വാളിറ്റി വൈസ് അടിപൊളിയാണെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങിച്ചാലും അടിപൊളിയാണ് കേട്ടോ. സോ ഇത്രയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, കമന്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ അറിയിക്കുകയും കൂടെ വേണം. Go to my channel and see other videos, and if you like it, please subscribe to my channel as well. But that's all for today. Bye and see you through my next video.